ഡെമോക്രസിയിലേക്ക് തിരികെ വരുന്നത് സാധാരണയുള്ളതിലും അധികം ക്രേസി മനസ്സുമായിട്ടാണ്. ഇത് അവതാരകൻ്റെ കിറുക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും കരുതാം. ഇനി കാണിക്കാൻ പോകുന്നത് വയനാട്ടിൽ നാട്ടുകാരിൽ ചിലർക്ക് ശല്യമായി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പാവം കാട്ടാനയെ മയക്കുവെടി വെച്ച് അർദ്ധബോധത്തിലാക്കിയിട്ട് താപ്പാനകളുടെ സഹായത്തോടെ പിടികൂടി മെരുക്കാനും നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനുമായി ആനക്കൂട്ടിലേക്ക് കയറ്റിയതിൻ്റെ സാധാരണ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് കാണുമ്പോൾ കേരളത്തിലെ ഒരു പാർട്ടിയിലെ സഹ്യനേക്കാൾ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ മനസ്സിലോർത്ത് നോക്കൂ. അപ്പോൾ ഈ വാർത്തയ്ക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളതായി തോന്നും. കഴിഞ്ഞ കുറച്ച് നാളുകളായി കലൂർ കൊമ്പൻ നൂൽപ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെയാണ് കൊമ്പനെ പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. രാവിലെ വനംവകുപ്പ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ ആനയ്ക്ക് മയക്കുവെടി വെച്ചു. അർദ്ധമയക്കത്തിലായ കൊമ്പനെ മുതുലമലയിൽ നിന്നും എത്തിച്ച കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി. പിടികിട്ടിയോ? പിടികിട്ടിയില്ലെങ്കിൽ പശ്ചാത്തല ശബ്ദം മാത്രം നിലനിർത്തിക്കൊണ്ട് ആ നേതാവിനെ കാണിച്ചുകൊണ്ട് തന്നെ ആ വാർത്ത ഒന്നുകൂടി കണ്ടാലോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി കലൂർ കൊമ്പൻ നൂൽപ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെയാണ് കൊമ്പനെ പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. രാവിലെ വനംവകുപ്പ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ ആനയ്ക്ക് മയക്കുവെടി വെച്ചു. അർദ്ധമയക്കത്തിലായ കൊമ്പനെ മുതുലമലയിൽ നിന്നും എത്തിച്ച കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി. പിന്നീട് ആനയെ മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ നിന്നും ഇറക്കിയ കൊമ്പനെ പ്രത്യേകമായി ഒരുക്കിയ ആനക്കൊട്ടിലിൽ പ്രവേശിപ്പിച്ചു. ഇടയ്ക്ക് ചെറുതായി ഒന്നിടഞ്ഞെങ്കിലും താപ്പാനകൾ ആശ്രമവും പരാജയപ്പെടുത്തുകയായിരുന്നു. കലൂർ കൊമ്പന് ഇനി ആനപ്പന്തിയിൽ 1 മാസത്തെ പരിശീലനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള കുങ്കിയാനകളിലധികവും പണ്ട് അക്രമകാരികളായിരുന്നു. പരിശീലനത്തിലൂടെ കലൂർ കൊമ്പനെയും നിയന്ത്രിക്കാനാവുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഇതിപ്പോൾ ഡോക്ടർ ഒരു കാൽക്കുലേഷനിൽ 1 മാസമാണ് ഇതിന് കൂട്ടിലുള്ള ട്രെയിനിങ്. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ ജനങ്ങളായിട്ട് ഒരു ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള. ഇതൊക്കെ എന്ത് വിഡിത്തമാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ചിലർക്കൊക്കെ ചോദിക്കാൻ തോന്നിയേക്കാം. പക്ഷേ ജനാധിപത്യം എന്നത് ഇത്തരത്തിൽ അല്പം ചില ക്രേസി മനസ്സോടെ കാര്യങ്ങളെ കാണാൻ കൂടിയുള്ള സ്വാതന്ത്ര്യമല്ലേ? ഇപ്പോൾ നോക്കൂ, എം മണിയാശാനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ച CPM സംസ്ഥാന സമിതിയിൽ നിന്ന് പ്രതിഷേധം കൊണ്ട് പങ്കെടുക്കാതിരുന്ന EP സഖാവ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിലും അതേ കാര്യത്തിൽ പങ്കെടുക്കാതിരുന്നുവെന്ന് കരുതേണ്ട EP സഖാവ്, മണിയാശാൻ്റെ മന്ത്രിപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കാതെ ഇടഞ്ഞ് കൊമ്പ് കുലുക്കി നിന്ന സഖാവ്. ഇന്നലെ എന്തായിരുന്നു രാഷ്ട്രീയ ചർച്ചകളിൽ ചില നിരീക്ഷകർ പറഞ്ഞത്? VSനെ പോലെ വിമത ശബ്ദം ഉയർത്തുന്നുവെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നോക്കൂ എത്രമേൽ മെരുങ്ങിയിരിക്കുന്നുവെന്ന്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമില്ലേ, ഞാൻ ഇന്നലെ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ മണിയാശാനെ വിളിച്ച് അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു. AC മൊയ്തീനെ കാര്യങ്ങൾ അറിയിച്ചു. നന്നായിട്ട് അവർക്ക് നന്നായിട്ട് എന്നെക്കാളും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു പരാതി എനിക്കില്ല. എല്ലാ പരാതികൾക്കും പരിഹാരം. അതെ, അവരുടെ ദൗത്യം വിജയിച്ചല്ലോ. അതിൻ്റെ പിന്നിൽ ആരാണ്, എന്തിനു വേണ്ടിയാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചത്? നിങ്ങൾ നോക്കൂ, ഒരു കേന്ദ്രത്തിൽ നിന്ന് വാർത്ത തിരഞ്ഞെടുത്ത് 2 ആഴ്ചക്കാലം എല്ലാ അച്ചടി മാധ്യമങ്ങളിലും ഈ ദൃശ്യമാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചില്ലേ? എന്തായിരുന്നു അതിൻ്റെ കാതൽ? ആലോചിച്ച് നോക്കൂ ഓരോരുത്തർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു. ഞാനന്ന് നിയമസഭയിൽ പ്രസംഗിച്ച പോലെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോഴുണ്ടായിരുന്നു ഇത്രയും ടൈം. ഈ ഇത്രയും വാർത്താ പ്രചരണത്തിൻ്റെ സ്പേസ് എങ്ങനെയാണ് കൊടുത്തത്? ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രങ്ങളെല്ലാം വന്നത്. ഈ കേരളത്തിൽ ഇത് നിരീക്ഷിക്കുന്ന ആരെങ്കിലും അത് അങ്ങനെ കരുതോ? ഇതെല്ലാം കാണുന്ന ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നില്ല അതിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. പണം കൊടുത്ത് മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ കഴിയുന്നൊരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് വരിക, രാജ്യത്ത് വരിക എന്ന് പറയുന്നത് എത്ര മാത്രം ദുഃഖകരമാണ്. അപ്പോൾ വയനാട്ടിലെ കൊമ്പനെ കുടുക്കാൻ താപ്പാനകളാണ് വന്നതെങ്കിൽ ഈ കൊമ്പനെ കുടുക്കിയത് മാധ്യമ താപ്പാനകളാണെന്ന്. അതിനാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ വാർത്തകൾ എഴുതിയ മുഴുവൻ മാധ്യമ മുതലാളിമാരെയും അമേരിക്കൻ പ്രസിഡന്റായ ശേഷം ക്ഷണിച്ചു വരുത്തി മുഖമടച്ച് നല്ല ആട്ടുകൊടുത്ത ട്രംപിനെ പോലെ ഇത്തരം താപ്പാന സ്വഭാവമുള്ള മാധ്യമപ്രവർത്തകരെയും ഒന്ന് ശകാരിക്കേണ്ടതല്ലേ സഖാവേ? മെരുക്കൽ കാലം കഴിഞ്ഞിട്ട് ഉത്തരം മതി. അതുവരേക്കും ഇന്നത്തെ പുലിവാലുകളിലൂടെ ഒരു വട്ടം കൂടി. മന്ത്രിയാശാൻ വൈദ്യുതി വകുപ്പിൽ പണി തുടങ്ങി. രാജഗോപാലിന്റെ തലയ്ക്ക് കറണ്ടടിപ്പിക്കണമെന്ന് ഷോക്ക് മന്ത്രി. പുലിമുരുകനെ ഇഷ്ടമാണെങ്കിലും മുരുകന്റെ കള്ളപ്പണം ഇഷ്ടമില്ലെന്നും മന്ത്രിയാശാൻ. ഞാൻ പുള്ളിയുടെ സിനിമയെല്ലാം കണ്ടു, പുലിമുരുകനും എല്ലാം കണ്ടു. പക്ഷേ അങ്ങനെ പുള്ളിയുടെ ഈ പണി നമുക്ക് തീരെ സഹിക്കുന്നില്ല. പുള്ളിക്ക് കള്ളപ്പണം ഉണ്ടെന്ന് ഇഷ്ടം പോലെ.
രാജ്യത്തെ മുഴുവൻ തിയേറ്ററും വെച്ച് കാരണം സൗകര്യം പോകും. എന്ത് മണ്ണാങ്കട്ടക്കാണേലും പോയി നിന്ന് തൊടുപുഴ വരെ പടുത്തു വെച്ചിരിക്കുക. ഓ രാജഗോപാൽ എന്ന് പറഞ്ഞ മാന്യ ദേഹം അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെല്ലാം ന്യായീകരിക്കുന്നത്? മോഹൻലാലിന് ന്യായീകരിച്ചിരിക്കുക. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാ ഇപ്പോഴാ ലേശം കൂടിയത്. വയലന്റ് ആകാറുണ്ടോ? അതില്ല. അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പണം പിൻവലിച്ച് പണി കൊടുത്ത നരാധർമ്മന്റെ ആയുസ് കുറയ്ക്കാൻ പരദൈവങ്ങളോട് പ്രാർത്ഥിച്ച് പ്രവാസി കോൺഗ്രസിന്റെ ശയന പ്രദക്ഷിണം. സാറേ ഞാൻ ചത്തു, എനിക്കൊന്നും ശീലമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നത്? ആരാ അഭി വിളിക്കണേ? ചെറിയ ചെറിയേ എന്നെ ചുറ്റിക്കാടാ, നീ പിന്നെ വിളിക്കേ. എങ്ങോട്ടാലും ഉരുണ്ടാ പോരെ. കീശയിലെ കാശും മൊബൈലും പോകാതെ പൊത്തിപ്പിടിച്ച് ശയനം നടത്തിയത് 55 സെക്കൻഡ്. കേര കർഷകരെ രക്ഷിക്കാൻ ശത്രു നിഗ്രഹ ശക്തി ആവാഹിച്ച തേങ്ങയുമായി ശ്രീധരൻപിള്ള മന്ത്രവാദി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറന്നേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. കർഷക ദ്രോഹ കൂടോത്രം ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരെ ആവാഹനക്രിയയുമായി ഉച്ചാടനം. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവേശ്വര, ദേവി, മൂകാംബികെ കാക്കണേ. വയനാട്ടിൽ ശല്യമുണ്ടാക്കിയ കാട്ടാനയെ തളച്ച് നല്ല നടപ്പിന് വിട്ട ദിവസം തന്നെ പാർട്ടിക്ക് മുമ്പിൽ കൊമ്പുകുത്തി പരാജിതൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി കലൂർ കൊമ്പൻ നൂൽപ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. രാവിലെ വനം വകുപ്പ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ ആനയ്ക്ക് മയക്കുവെടി വെച്ചു. തളയ്ക്കാൻ സഹായിച്ചത് താപ്പാനകളായ ചില മാധ്യമ ആനകൾ. ഇന്നത്തെ ഡെമോക്രസി പൂർണ്ണമാവുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.